എൻ്റെ പേര് അനാമിക. ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് എനിക്ക് എങ്ങനെ ജീവനും ശബ്ദവും തന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മല്ലു വോക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ വീഡിയോ ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോ വേണം. ഈ ഒരു ഫോട്ടോ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പല മെത്തേഡുകളും നമുക്ക് യൂസ് ചെയ്യാം. ഒരു പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ്, നമുക്ക് വേണ്ട ഭാവനയിലുള്ള ഫോട്ടോസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു ഇൻപുട്ട് ക്യാരക്ടർ കൊടുത്തിട്ട് ആ ക്യാരക്ടറിൻ്റെ രൂപത്തോടോ സാദൃശ്യത്തോടോ ഉള്ള ഒരു AI ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ക്യാരക്ടറിനെ ജനറേറ്റ് ചെയ്തെടുക്കാം. ഇന്ന് ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ചിലതിലൊക്കെ നമുക്ക് ടോക്കൺസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടോക്കൺസും ക്യാഷും പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും വേണ്ടാത്ത ഒരു ആപ്ലിക്കേഷൻസാണ്. ഇത് ആൻഡ്രോയിഡ് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേരാണ് ഫോട്ടോലാബ്. ഈ ഫോട്ടോലാബ് ഇതിൻ്റെ ഡൗൺലോഡിൻ്റെ ഡിസ്ക്രിപ്ഷനോ ലിങ്കോ വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരുപാട് അവർ ക്യാരക്ടറിൻ്റെ ടൈപ്പുകൾ നമുക്ക് അവർ റെഫർ ചെയ്ത് തരും. അതിൽ ഏത് ക്യാരക്ടർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് വേണ്ട ഇമേജിൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ഞാൻ ആ ക്യാരക്ടറുമായിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ക്യാരക്ടർ എടുത്തിട്ട് ഞാൻ ആ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു മുഖത്തിലുള്ള ക്യാരക്ടർ വെച്ചിട്ട് പുതിയൊരു ഇമേജ് അവിടെ ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെ ഇമേജ് ജനറേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ ശേഷം അതിൽ ചെറിയൊരു വാട്ടർമാർക്ക് കാണാം. ആ വാട്ടർമാർക്ക് നമുക്ക് അവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൽ കൊടുക്കാം. ഞാൻ ആ സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് വെബ്സൈറ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടാണ് ഞാനിനി ബാക്കിയുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് AIC സോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറാണ്, ഒരു വെബ് ബേസ് സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ സോഫ്റ്റ്വെയറിൽ കയറിയതിന് ശേഷം അതിൽ നമ്മൾക്ക് എവിടെയാണോ വാട്ടർമാർക്ക് ഉള്ളത് ആ വാട്ടർമാർക്ക് ഉള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇതും ഒരു AI ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ബേസ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. ഫ്രീ ആയിട്ടാണ് ഇതിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഫോട്ടോസിലെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ് ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നമുക്ക് എവിടെയാണോ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രോസസ്സിങ് കൊടുക്കുന്നതോട് കൂടിയിട്ട് അത് ഒരു ചെറിയൊരു ടൈം ഡിലേ എടുത്തിട്ട് പ്രോസസ്സിങ് ചെയ്തിട്ട് ആ ഒരു വാട്ടർമാർക്ക് ഏരിയ അവിടെ റിമൂവ് ചെയ്തിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഏരിയയിൽ വാട്ടർമാർക്ക് ഓൾറെഡി പോയിട്ടുണ്ടായിരിക്കും. ഇനി അതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഫോട്ടോ ഇവിടെ ക്രോപ്പ് ചെയ്യാനും അതേപോലെ ഇതിൻ്റെ സൈസ് മാറ്റാനും സൂം ചെയ്യാനും ഉള്ള ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്ത ഫയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനത് സൂം ചെയ്യണം. സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഏരിയയിലുള്ള ഫോട്ടോലാബ് എന്നുള്ള ആ വാട്ടർമാർക്ക് അവിടെ പോയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു വോയിസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഇതേപോലെ തന്നെ വെബ് ബേസ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വോയിസിനെ അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ChatGPT പോലെയുള്ള സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഏത് ക്യാരക്ടറിൽ ഏത് വോയിസിലാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഫീമെയിൽ ക്യാരക്ടർ സെലക്ട് ചെയ്തുകൊണ്ട് ഫീമെയിൽ വോയിസാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മെയിൽ വോയിസുകളുണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കാം. ഇതും ഒരു AI ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ആ വോയിസ് നമ്മൾ കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റിനെ മാച്ച് ചെയ്തുകൊണ്ട് അവരൊരു വോയിസ് MP3 അല്ലെങ്കിൽ M4A ഫോർമാറ്റിലുള്ള ഒരു വോയിസ് അവിടെ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഈ ഒരു വോയിസ് നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ കേട്ട് നോക്കാം. ഞാൻ അപ്പോൾ ഓൾറെഡി സ്ക്രിപ്റ്റ് ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് ഈ ഡൗൺലോഡ് ചെയ്ത് എടുത്ത ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇനി ആ ഒരു ഇമേജിലോട്ട് ആഡ് ചെയ്തത് ഒരു വീഡിയോ ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് DID എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ് ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ AI
ആയിട്ട് വർക്ക് ചെയ്യുന്ന വെബ് ബേസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലിമിറ്റഡ് ആണ്. 20 ക്രെഡിറ്റ്സ് നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ 20 ക്രെഡിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതിൽ വീഡിയോസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ചെയ്യുന്നത് ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ഇമേജ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇമേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഇമേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഫേസ് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലുള്ള ഇമേജസ് മാത്രമേ ഇതിൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ എടുത്തോളണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് വേണ്ടത്. അതിനുശേഷം ആ ഫോട്ടോയിൽ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള MP3 ഫയൽ അല്ലെങ്കിൽ M4 ഫയൽ, ഓഡിയോ ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഓഡിയോ ഫയൽ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്ത് വരും. ആ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോ ഫയൽ ഈ വീഡിയോയ്ക്ക് മാച്ചായിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് വീഡിയോ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനറേറ്റ് എന്നുള്ളത് അവിടെ പ്രസ് ചെയ്യണം. ജനറേറ്റ് പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നൊരു വീഡിയോ ഇതിൻ്റെ ഇൻബിൽഡായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് ടൈം വരിക. ഇത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലേ ബാക്ക് ഉണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എൻ്റെ പേര് അനാമിക. ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് എനിക്ക് എങ്ങനെ ജീവനും ശബ്ദവും തന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എൻ്റെ പേര് അനാമിക. ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് എനിക്ക് എങ്ങനെ ജീവനും ശബ്ദവും തന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം.